എനിക്കൊരു സുഹൃത്തുണ്ട്. ഞാൻ വിദ്യാലയത്തിന്റെ പടി ചവിട്ടി തുടങ്ങിയപ്പോ എന്റെ കൂടെ ഒപ്പം ചവിട്ടി തുടങ്ങിയ ഒരു കൂട്ടുകാരി. പഠനത്തിന്റെ വഴിയിൽ ഇടയ്ക്കെവിടെയോ ഞങ്ങൾ വെച്ചു പിരിഞ്ഞു. എന്നിരുന്നാലും ഏതൊരവസ്ഥയിലും ഒരു വിളിക്കപ്പുറം അവളുണ്ടായിരുന്നു, അവൾക്ക് ഞാനും. പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഊണിന് കൊണ്ടുവരുന്ന പാത്രം അവളുടെ പാത്രം എനിക്കും എൻ്റെ പാത്രം അവൾക്കും ഞാൻ കൊടുക്കും. അവളുടെ പാത്രം എനിക്ക് തരുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ചോറാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ചുട്ടെടുക്കുക. പുളിങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചതച്ചെടുക്കാം. ചതയ്ക്കുന്ന പരുവം എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം പച്ചമുളകും പുളിങ്ങയും ഉപ്പും കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്തതിന് ശേഷം ചെറുള്ളി ഇടായിരിക്കും നല്ലത്. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഈ ചമ്മന്തി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചോറ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ഒന്ന് ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം ഈ ചമ്മന്തി ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട്, അത് നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ, ഇങ്ങനെ ഒന്നും കൂടെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. സംഭവം റെഡി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കടുമാങ്ങച്ചാറും കൂടെ ആവാം, ബേഷായിരിക്കും. സത്യം പറയാലോ, ഞാൻ ഇതിൻ്റെ ഒരു ബിഗ് ഫാനായിരുന്നു. ഇതിന്നിങ്ങനെ തനിച്ചുണ്ടാക്കി കഴിക്കുമ്പോൾ അവളെ നന്നായി. നിങ്ങൾക്കുണ്ടോ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ? എല്ലാവർക്കും ഓരോ അനുഭവം ഉണ്ടായിരിക്കും അല്ലേ? എൻ്റെ ഈ കൊച്ചനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ? ബോറടിച്ചെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ബോറടി മാറ്റാൻ ഇതൊന്ന് ട്രൈ ചെയ്തോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുന്നവർ വെറുതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ.